നമുക്കൊപ്പം ശ്രീ എം ജയചന്ദ്രൻ സിവിൽ സഹയാത്രികൻ മാധ്യമപ്രവർത്തകനുണ്ട്. ഒപ്പം ശ്രീ എൻ ശ്രീകുമാർ കൂടിയുണ്ട്, കോൺഗ്രസ് സഹയാത്രികൻ മാധ്യമപ്രവർത്തകൻ. ശ്രീ എൻ ശ്രീകുമാർ, ഇപ്പോൾ കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയമാണ് കോൺഗ്രസ് നേരിട്ടത്, UDF നേരിട്ടത്. അതിന്റെ തുടർച്ചയായി പ്രതിപക്ഷ നേതാവിനെ മാറ്റുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ VD സതീശൻ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി സീനിയോറിറ്റിക്ക് അപ്പുറത്തേക്ക് എത്തിയത്. ക്ഷമിക്കണം. ഇക്കുറി ഒരു തിരുത്തൽ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് CPM വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ജില്ലാ കമ്മിറ്റികളുടെ വിവരങ്ങൾ നമ്മൾ കേട്ടതാണല്ലോ. നേതൃമാറ്റം എന്ന ആവശ്യമാണ്. നേതൃമാറ്റമില്ല എന്നിപ്പോൾ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറയുകയും ചെയ്യുന്നു. അപ്പോൾ ശരിയായൊരു തിരുത്തൽ അവിടെ ഉണ്ടാകുന്നു. കോൺഗ്രസിന് UDFന് വലിയ വെല്ലുവിളി ഉണ്ടാക്കുന്ന തരത്തിൽ തിരിച്ചു വരും എന്ന് പറയാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഇപ്പോൾ CPMലുണ്ടോ, തിരുത്തലിലുണ്ടോ? നോക്കൂ ശ്രീ രതീഷ്, ഇതില് ഈ 34 ചോദ്യങ്ങള് അവരെ ചോദിക്കുന്നത് അവർ ഈ തെരഞ്ഞെടുപ്പിന്റെ പരാജയ കാരണങ്ങൾ അറിയാനല്ല. അതായത് പാർട്ടിയുടെ ലോക്കൽ ബ്രാഞ്ച് തലങ്ങളില് പ്രവർത്തകർ എത്രത്തോളം സജീവമാണ്, ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചാൽ അവരതിന് ഉത്തരം നൽകാൻ ബ്രാഞ്ച് ലോക്കൽ യോഗങ്ങളിൽ എത്തുമോ എന്നറിയാനുള്ളൊരു സർവേയാണ് ഈ ചോദ്യാവലി എന്ന് ഞാൻ കണക്കാക്കുന്നത്. കാരണം ഇതിനു മുമ്പ് ഇവരെല്ലാരും കൂടെ വീട് കയറാൻ തീരുമാനിച്ചു. ശബരിമല വിഷയത്തില് CPMന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയത്തിന് ശേഷമാണ് വീട് കയറൽ പരിപാടി തുടങ്ങിയത്. പക്ഷെ അത് ലോക്കൽ ബ്രാഞ്ച് തലങ്ങളിലൊന്നും വീട് കയറാൻ പ്രവർത്തകർ ഉണ്ടായിരുന്നില്ല എന്നാണ് കേട്ടിരുന്നത്. അപ്പൊ ഇത്തവണ അവരൊരു ഒരു സർവേ, ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് സർവേ നടത്താൻ 20 കോടി രൂപ അനുവദിച്ചിരുന്നു. അപ്പൊ ആ പണം CPMന്റെ പ്രവർത്തകർക്ക് നൽകിയിട്ട് അങ്ങനെയെങ്കിലും അവർ വീടുകളിലേക്ക് പോകുന്നുണ്ടോ എന്ന് അറിയാൻ ശ്രമിച്ചു. അതും പരാജയപ്പെട്ടു. അപ്പൊ അതിനുശേഷം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് UDF അധികാരത്തിൽ എത്തുന്നതിന് മുമ്പ് ഇവർ പറഞ്ഞത് നേരിയ ഭൂരിപക്ഷത്തിൽ 3ാം വട്ടവും അധികാരത്തിൽ എത്തുന്നതാണ്. അതിൽ MV ഗോവിന്ദൻ മാഷ് 90-ലധികം സീറ്റ്, 100-ലധികം സീറ്റ് എന്നൊക്കെ പറഞ്ഞു. അത് പിന്നെ മാഷിന്റെ ഒരു സ്ഥിര ശൈലിയാന്ന് വെക്കാം. പക്ഷേ പാർട്ടി ഒരു 75 സീറ്റോട് അധികാരത്തിൽ എത്തുമെന്ന് അവർ വിലയിരുത്തി. അപ്പൊ അന്ന് എങ്ങനെയാ വിലയിരുത്തിയത്? അപ്പൊ ഈ ഘടകങ്ങളൊന്നും അറിയാതെ ചുമ്മാ വിലയിരുത്തിയതാണോ? അതായത് മാധ്യമങ്ങളുടെ മുമ്പിൽ പറയാൻ വേണ്ടി വെറുതെ പറഞ്ഞതാണോ? അത് CPMന്റെ കീഴ്വഴക്കം അനുസരിച്ച് അങ്ങനെയാണെങ്കിൽ അവർ വഞ്ചനയാണ് കാണിച്ചത്. കാരണം സാധാരണ രീതിയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവർ പാർട്ടി ലോക്കൽ കമ്മിറ്റികളിലെ, ഏരിയ കമ്മിറ്റികളുടെ റിപ്പോർട്ട് വിലയിരുത്തിയ ശേഷമാണ് ഇത്ര സീറ്റുകളെന്ന് പ്രഖ്യാപിക്കുക. അപ്പോൾ കഴിഞ്ഞ തവണ അവരിതൊന്നും വിലയിരുത്തിയില്ല എന്നുള്ള വ്യക്തമായി. കാരണം അവർ പരാജയപ്പെടുമെന്ന് ഉറപ്പിച്ചു. പക്ഷേ എന്നാൽ പരാജയപ്പെടുമെന്ന് ഒരു മുന്നണി നേതൃത്വത്തിന് പറയാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ നേരിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തുമെന്ന് പറഞ്ഞു. ഇതിലെ ഈ ചോദ്യാവലിയിൽ ഇന്നത് രസകരമായ സംഭവം എന്താ വെച്ചാല്, ഇതിൽ കുറെ ചോദ്യം ചോദിച്ചിട്ട് 10-34 ചോദ്യം ചോദിച്ചിട്ട് അവർ പറയുകയാണ്. അതിന്റെ ഇടയ്ക്കൊരു ചോദ്യമുണ്ട്, പരാജയത്തിന് കാരണം എന്താണ്, പരാജയ കാരണങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ പിന്നെ ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചത് എന്തിനാ? പരാജയ കാരണങ്ങൾ അറിയാനാണ് ഈ ചോദ്യങ്ങൾ ചോദിച്ചത്. എന്നിട്ട് ആ പ്രവർത്തകരോട് ചോദിക്കുക പരാജയ കാരണം എന്താണെന്ന്. പരാജയ കാരണം എന്താ വെച്ചാൽ വ്യക്തമായ ഒരു ഉത്തരം നമ്മൾ ലളിതമായി പറയുകയാണെങ്കിൽ ഈ ഭരണത്തെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടില്ല. അതിൽ അവസാനിച്ചു കാര്യങ്ങള്. പക്ഷെ ഇവർ ചോദിക്കുന്ന വേറൊരു ചോദ്യം ഉണ്ട്. അതില് CPMന്റെ മുഖപത്രത്തിന്റെ സ്പെഷ്യൽ വരിക്കാരെ എത്ര ചേർത്തു, CPMന്റെ പത്രത്തിന് എത്ര വരിക്കാരെ ചേർത്തു? ഇതും തെരഞ്ഞെടുപ്പ് പരാജയമായിട്ട് എന്താ ബന്ധമുള്ളത്? പത്രത്തിന്റെ വരിക്കാരെ ചേർക്കുന്നത് പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. ഇവിടെ ഇവര് പത്രത്തിന്റെ വരിക്കാരെ ചേർത്തില്ലെങ്കിൽ നിങ്ങൾ ഇനി അത് ചേർത്തേ പറ്റൂ. കാരണം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പാർട്ടി പത്രത്തിന് പ്രതീക്ഷിക്കുന്ന വരുമാനം ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രവർത്തകരോട് പത്രം ചേർത്താൻ വേണ്ടി പറയുന്നു. ഒപ്പം തന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാല്, എത്ര വീട് കയറി എന്നുള്ളത് തെരഞ്ഞെടുപ്പിൽ തോറ്റ ശേഷം അല്ല ചോദിക്കുക. അത് ചോദിക്കേണ്ട ഘട്ടം വേറെയായിരുന്നു. അന്ന് ലോക്കൽ കമ്മിറ്റികൾ റിപ്പോർട്ട് കൊടുത്തു, വീട് കയറൽ പരാജയമായിരുന്നു, പണം കൊടുത്ത് സർവേ നടത്താനും പോലും പരാജയപ്പെട്ടു. അതുകൊണ്ട് ആ സർവേ തടഞ്ഞല്ലോ ഹൈക്കോടതി. അതിനുശേഷം പുനരാരംഭിക്കാൻ പറഞ്ഞെങ്കിലും പിന്നെ ഒരു പുനരാരംഭിച്ചില്ല. അപ്പൊ പ്രവർത്തകര് ഈ നേതൃത്വത്തോടെ നിസ്സഹകരിച്ചു. ആ പ്രവർത്തകര്, ആ സജീവ പ്രവർത്തകര് ഈ പാർട്ടിയുടെ ലോക്കൽ തലത്തിലുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് ഈ 34 ചോദ്യങ്ങള്. അതിലാണ് അവർ ചോദിക്കുന്നത്, പാർട്ടി വിട്ടവരെ തിരിച്ചു കൊണ്ടുവരാൻ എന്ത് നടപടി എടുത്തു? നേതൃതലത്തിലാണ് അത് നടപടി എടുക്കേണ്ടത്. എന്താണത്? സുധാകരൻ പാർട്ടി വിട്ടുപോയപ്പോൾ ഇവര് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചില്ല. TK ഗോവിന്ദൻ പാർട്ടി വിട്ടപ്പോൾ ഇവര് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചില്ല.
കുഞ്ഞികൃഷ്ണൻ പാർട്ടി വിട്ടപ്പോൾ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചില്ല. എ സുരേഷ് പാർട്ടി വിട്ടപ്പോൾ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചില്ല. ഐഷ പോറ്റി പോയപ്പോൾ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചില്ല. PK ശശി പോയപ്പോൾ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചില്ല. അവര് ചോദിക്കുകയാണ് ലോക്കൽ കമ്മിറ്റി പ്രവർത്തകരോട്, അവരാണോ തിരിച്ചു കൊണ്ടുവരുന്നത്? ഒരു CPM-ന്റെ അനുഭാവി പാർട്ടി വിട്ടാൽ അവനെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു ബ്രാഞ്ചിലെ പ്രവർത്തകന് കഴിഞ്ഞേക്കും. പക്ഷെ ഒരു നേതാവിനെ തിരിച്ചു കൊണ്ടുവരാൻ എത്ര നേതാക്കൾ ലോക്കൽ ഏരിയ തലത്തിലുള്ളവരെ പുതിയ യാത്രയിലെ കോൺഗ്രസിൽ അംഗത്വം സ്വീകരിച്ചു? അപ്പൊ അതൊക്കെ അന്ന് നോക്കാതെ ഇത് നടത്തുന്ന നമ്മൾ ഒരു കാര്യം ശ്രീ രതീഷ് യുദ്ധം മനസ്സിലാക്കിക്കോളൂ. നമ്മൾ വിചാരിക്കുന്നവരല്ല CPM. UDF-ന്റെ ഈ ആഹ്ലാദ പ്രകടനവും ഈ അധികാരത്തിലുള്ള ആ ഒരു ആമോദവും അതുപോലെയുള്ള പ്രഖ്യാപനങ്ങളും ഒക്കെ ഒരു 5-6 മാസത്തേക്കേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ UDF-ന്റെയും കോൺഗ്രസിന്റെയും ഒരു സ്ഥിര ശൈലിയിലേക്ക് അവര് പോകും. പക്ഷെ ഇവര് നോക്കുക അങ്ങനെയല്ല. ഇവര് അവിടെ അടിസ്ഥാനപരമായിട്ട് കല്ല് വെച്ച് കെട്ടും. അങ്ങനെ കല്ല് വെച്ച് കെട്ടാനായിട്ട് പ്രവർത്തകൻ അവിടെ ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് ഇപ്പൊ പാർട്ടി. അപ്പൊ ഇവർക്കറിയാം പ്രവർത്തകൻ ഇല്ലെന്ന്. എന്താ കാരണം? തളിപ്പറമ്പ് പോയി, പയ്യന്നൂര് പോയി, അമ്പലപ്പുഴ പോയി. അത് പോയി. അവർ ചോദ്യത്തിൽ വ്യക്തതയുണ്ട്. കുറഞ്ഞ വോട്ട് കിട്ടിയ എത്ര, കൂടുതൽ വോട്ട് കിട്ടാൻ കാരണം എത്ര? അപ്പൊ കൂടുതൽ വോട്ട് കിട്ടാനുള്ള കാരണവും കുറഞ്ഞ വോട്ട് കിട്ടാനുള്ള കാരണം പാർട്ടി ഇപ്പൊ അന്വേഷിക്കുകയാണ്. അവരെന്താ പറഞ്ഞത്? ജനങ്ങൾ LDF-നൊപ്പമാണെന്നാ പറഞ്ഞത്. അന്നത് മാധ്യമങ്ങൾക്ക് വേണ്ടി പറഞ്ഞാണ്. ശരി, അങ്ങനെയാണെങ്കിൽ അന്ന് ഒപ്പമാണെന്ന് പറയുമ്പം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ചോദിക്കണ്ടേ, എത്ര ആളുണ്ട് നമ്മുടെ കൂടെ എന്ന് ചോദിക്കണ്ടേ? അത് ചോദിച്ചില്ല. അപ്പൊ ചുരുക്കം പറഞ്ഞാല് ഇപ്പൊ എന്താ വെച്ചാൽ പാർട്ടി കെട്ടിപ്പിടിക്കാന്നുള്ള പരാജയക്കാരനവർ അന്വേഷിക്കില്ല. കാരണം അവർക്കറിയാം പരാജയത്തിന്റെ കാരണം എന്താ വെച്ചാൽ പരാജയ കാരണം അന്വേഷിക്കുകയല്ല. അതേക്കുറിച്ച് നല്ല ധാരണയുണ്ട് സംസ്ഥാന നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക്. ഇപ്പോഴത്തെ പാർട്ടിയെ ഇനി എങ്ങനെ കെട്ടിപ്പടുക്കാം, പാർട്ടി എങ്ങനെ ശക്തിപ്പെടുത്താം, എവിടേക്കാണ് വീഴ്ചകൾ, എവിടെയാണ് കുറവ്, ഏത് നിലയിലാണ് ഇനി സംഘാടനം എന്ന അർത്ഥത്തിലാണ് എന്താണ് താങ്കൾ നിരീക്ഷിക്കുന്നത്? ശ്രീ M ജയചന്ദ്രൻ, അങ്ങനെ തന്നെയാണോ? പക്ഷേ പരാജയത്തിന്റെ കാരണം എന്ത് എന്നതുകൂടി ചർച്ച ചെയ്യപ്പെടേണ്ടതില്ലേ? ആ അന്തസത്ത ഈ ചോദ്യങ്ങളിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നങ്ങേക്ക് തോന്നുന്നുണ്ടോ? കേൾക്കാമോ രതീഷ്? കേൾക്കാം, അങ്ങ് പറയണം. കേൾക്കാം. ഹലോ 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 കേൾക്കാം. കേൾക്കാമോ? കേൾക്കാം കേൾക്കാം, അങ്ങ് പറയൂ. രതീഷ് കേൾക്കാമോ? കേൾക്കാം, പറയൂ, അങ്ങ് പറയൂ. കേൾക്കാം. ഹലോ അങ്ങോട്ട് കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. ഹലോ ഹലോ അങ്ങേ കേൾക്കാമെങ്കിൽ പറയാം. കേൾക്കാമോ? ഞാനത് ചോദിച്ചത്. എന്നൊക്കെ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം കേൾക്കാം കേൾക്കാം, അങ്ങേ കേൾക്കാമെങ്കിൽ പറയൂ. ഓക്കെ ഓക്കെ ഓക്കെ. രതീഷ്, ഇതിപ്പോ ഇവിടെ നമ്മുടെ ശ്രീ N ശ്രീകുമാർ പറഞ്ഞ പല കാര്യങ്ങളും അർത്ഥസത്യം മാത്രമാണ്, ഈ ചോദ്യാവലി അടക്കം. എന്താണെന്നറിയാമോ കാരണം? ഈ ഈ മാസം 13, 14 തീയതികളിലാണ് CPM സ്റ്റേറ്റ് കമ്മിറ്റി ചേർന്ന് കാര്യങ്ങൾ തീരുമാനിച്ച്, മറ്റു കാര്യങ്ങൾ ഈ ചോദ്യാവലിയിൽ പറയുന്ന കാര്യങ്ങളടക്കം തീരുമാനിച്ച ആ കമ്മിറ്റിയിലാണ്. അപ്പോ അതിനു മുൻപ് സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങൾക്ക് മറുപടി പറയേണ്ട ഒരു കുറിപ്പ് തയ്യാറാക്കി നൽകിയിരുന്നു. അതിനുശേഷം സ്റ്റേറ്റ് കമ്മിറ്റി ചേർന്ന ശേഷം ജില്ലാ കമ്മിറ്റികൾക്ക് 2 ദിവസമാണ് ജില്ലാ കമ്മിറ്റികൾ യോഗം ചേർന്നത്. ആ 2 ദിവസം ജില്ലാ കമ്മിറ്റികൾ യോഗം ചേരുമ്പോൾ ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഇതുപോലെ ഒരു ചോദ്യാവലി പൂരിപ്പിച്ച് നൽകേണ്ടിയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഓരോ ദിവസം അതായത് ഏരിയ കമ്മിറ്റികൾ ചേർന്നു. ഏരിയ കമ്മിറ്റിക്കും അംഗങ്ങൾക്കും ഇതുപോലെ ചോദ്യാവലി നൽകിയിരുന്നു. അതിനുശേഷം പിന്നീട് ലോക്കൽ കമ്മിറ്റിയാണ് വരുന്നത്. ആ ലോക്കൽ കമ്മിറ്റിക്ക് നൽകിയ ചോദ്യാവലിയാണ് ഇപ്പൊ ഇവിടെ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തുടക്കത്തിൽ തന്നെ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ, ലോക്കൽ കമ്മിറ്റിക്കാണ് ചോദ്യാവലി എന്ന് പറയുന്നുണ്ടല്ലോ അതില്. അപ്പൊ അത് CPM-ന്റെ സംഘടനാ കമ്മിറ്റികൾക്ക്, ഓരോ കമ്മിറ്റികൾക്കും തീരുമാനിച്ചിട്ടുള്ള ചോദ്യാവലികൾ നൽകി ആ ഉത്തരങ്ങൾ വാങ്ങിച്ചിട്ട് അതിൽ തന്നെ പറയുന്നുണ്ട്. എന്നിട്ട് വേണം ഇതാകെ ക്രോഡീകരിച്ചുകൊണ്ട് റിവ്യൂ റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ട്. എന്തിന്റെ റിവ്യൂ? നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ CPIM റിവ്യൂ റിപ്പോർട്ടാണ്. അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും പരാജയ കാരണങ്ങളെ കുറിച്ചും സമഗ്രമായി വിലയിരുത്തുന്ന ഒരു റിപ്പോർട്ടായിരിക്കും ആ റിവ്യൂ റിപ്പോർട്ട്. അത് അടുത്ത മാസം 6-നും 7-നും ചേരുന്ന സംസ്ഥാന കമ്മിറ്റി യോഗങ്ങളാണ് റിവ്യൂ റിപ്പോർട്ട് പൂർത്തിയാക്കുക. 5-ാം തീയതി സെക്രട്ടേറിയറ്റ് യോഗവും ചേരുന്നുണ്ട്. അപ്പൊ അങ്ങനെ അതിന്റെ ഷെഡ്യൂൾ അങ്ങനെയാണ്. അതിന്റെ ഭാഗമായി ലോക്കൽ കമ്മിറ്റികൾക്ക് കൊടുത്തിട്ടുള്ള ചോദ്യാവലിയാണിത്. ഇത് ആ പ്രദേശത്ത് ഇപ്പോ G സുധാകരനെയും കുഞ്ഞികൃഷ്ണനെയും TK ഗോവിന്ദന്റെയൊക്കെ കാര്യം
ശ്രീ എൻ ശ്രീകുമാർ പറഞ്ഞു. അവർ മാത്രമല്ലാന്നേ, ഈ ഇപ്പൊ താങ്കൾ ചൂണ്ടിക്കാണിച്ച ചോദ്യാവലിയിലെ പല കാര്യങ്ങളിലും ഒരുപാട് ഈ ഗ്യാപ്പുകളുണ്ട്. പ്രവർത്തനത്തിലേക്ക് നോക്കുമ്പോൾ ഓരോ ലോക്കൽ കമ്മിറ്റിയുടെയും കീഴിൽ ഈ ചോദ്യാവലി 34 ചോദ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഗ്യാപ്പുകൾ ഇപ്പൊ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ആ തരത്തിൽ കൂടെ കാര്യങ്ങൾ നോക്കി കാണാൻ ശ്രമിക്കുന്നത് കൊണ്ട് പ്രവർത്തനങ്ങൾ ഒരുപാട് നിഷ്ക്രിയമായി പോവുകയോ മന്ദീഭവിച്ചു പോവുകയോ ഒരു പരിധിയിൽ ചില പാർട്ടി മെമ്പർമാർ, പാർട്ടി സഖാക്കൾ എന്നീ ചോദ്യാവലി വിശേഷിപ്പിക്കുന്ന ചില ആൾക്കാർ പോലും പ്രവർത്തന രംഗത്ത് നിന്ന് വിട്ടുനിൽക്കുന്ന കാര്യങ്ങളടക്കം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ പരിശോധിക്കപ്പെടുകയും അതത് കമ്മിറ്റികൾ അത് തിരിച്ചറിയുകയും അത് മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് ഒടുവിൽ റിവ്യൂ റിപ്പോർട്ടിലേക്ക് അത് എത്തുന്നത്. ആ തരത്തിലാണ് ഈ ചോദ്യാവലികൾ തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന ഒന്ന്. രണ്ടാമത്, രതീഷ് പറഞ്ഞത് കേരളത്തിലെ എല്ലാ ജില്ലാ കമ്മിറ്റികളിലും 14 ജില്ലാ കമ്മിറ്റികളിലും പ്രതിപക്ഷ നേതാവിനെ മാറ്റണം, പിണറായി വിജയന്റെ ധാർഷ്ട്യം ഇതൊക്കെയാണ് പരാജയ കാരണം എന്നാണ് പറഞ്ഞത്. അതെന്താണെന്നറിയാമോ? നമ്മൾ ഇപ്പം ശ്രീ എൻ ശ്രീകുമാർ തന്നെ പറഞ്ഞില്ലേ അന്ന് രമേശിനെതിരെ മാറ്റി സതീശനെ കൊണ്ടുവന്ന കാര്യമൊക്കെ, അതുപോലുള്ള സംഭവവികാസങ്ങളിലെ സംവിധാനങ്ങൾ ആണ് ഇവിടെയും CPM-ന്റെ ഭാഗത്തു നിന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് അങ്ങനെ പറയുന്നത്. CPM-ൽ ഏതെങ്കിലും ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് പുതിയ പ്രതിപക്ഷ നേതാവായി ആരായിരിക്കണം എന്ന് നിർദ്ദേശം വാങ്ങിച്ചിട്ടല്ല തീരുമാനിക്കുന്നത്. എന്താ കാരണം? PBയിൽ നിന്ന്, പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് മത്സരിച്ച ഒരേ ഒരു സഖാവ് ശ്രീ പിണറായി വിജയനാണ്. അദ്ദേഹമാണ് നയിക്കുന്നതെന്ന്, ഇലക്ഷൻ നയിക്കുന്നതെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി തന്നെ നേരത്തെ പറയുകയും ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷെ തോറ്റു. നയിച്ച ആള് ജയിച്ചു, പാർട്ടി മുന്നണി തോൽക്കുകയും ചെയ്തു. പിന്നീട് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അഭിപ്രായം, സംസ്ഥാന കമ്മിറ്റിയുടെ അഭിപ്രായം ഒക്കെ കൂടെ ചേർന്നാണ് പുതിയ പ്രതിപക്ഷ നേതാവ് ആരായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത്. അത് താഴത്തെ കമ്മിറ്റികളുടെ അഭിപ്രായം ചോദിച്ചിട്ടല്ല CPM-ന്റെ സംഘടനാ രീതി പ്രകാരം തീരുമാനിക്കാറുള്ളത്. ഏത് രീതിയിലാണോ തീരുമാനിക്കേണ്ടത് അതേ രീതിയിൽ തീരുമാനിച്ചിട്ടാണ് പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കാൻ തീരുമാനിച്ചത്. അതുകൊണ്ടാണ് ഗോവിന്ദ മാഷ് ഇന്ന് പറഞ്ഞത് അതിലൊരു പുനരാലോചനയുടെ പ്രശ്നം ഉദിക്കുന്നില്ല എന്നുള്ളത് പറഞ്ഞത്. അതൊന്ന്. മറ്റൊന്ന്, MV ഗോവിന്ദൻ എന്ന് പറയുന്ന ഗോവിന്ദ മാഷ് പാർട്ടി സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടുന്നത് ഒരു സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ കാലയളവിലാണ്. അതായത് ഒരു സംഘടനാ സമ്മേളനം തെരഞ്ഞെടുത്ത പാർട്ടി സെക്രട്ടറിയാണ്, സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറിയാണ് ശ്രീ ഗോവിന്ദ മാഷ്. അപ്പൊ പാർട്ടി കമ്മിറ്റിയുടെ കാലാവധി, സംസ്ഥാന കമ്മിറ്റിയുടെ കാലയളവ് എന്ന് പറയുന്നത് 3 വർഷമാണ്. ഒരു സമ്മേളന കാലയളവാണ് 3 വർഷം. ആ 3 വർഷക്കാലം ആ സഖാവ് തന്നെയായിരിക്കും സെക്രട്ടറി ആയിട്ടിരിക്കുക, ആ സംസ്ഥാന കമ്മിറ്റിയാവും മുമ്പോട്ട് പോവുക. അതറിയാത്ത ആൾക്കാരല്ല ജില്ലാ കമ്മിറ്റി ഇരിക്കുന്നവരൊക്കെ. നിങ്ങളിങ്ങനെ 14 ജില്ലാ കമ്മിറ്റി ആവശ്യം ഉയർന്നു എന്ന് പറഞ്ഞാൽ ഈ ജില്ലാ കമ്മിറ്റി ഇരിക്കുന്നവരൊക്കെ ഒരു സംഘടനാ ധാരണ ഇല്ലാത്തവരാണ് എന്നൊരു മറ്റൊരു അർത്ഥം കൂടെ അത് പറഞ്ഞു വെക്കുന്നുണ്ട്. അത് CPM-കാർക്ക്, CPM മെമ്പർഷിപ്പിൽ നിൽക്കുന്നവർക്കും നേതൃസ്ഥാനത്ത് നിൽക്കുന്നവർക്കൊക്കെ കേട്ടാൽ ചിരിയേ വരൂ. പക്ഷെ പൊതുജനങ്ങൾക്ക്, ബഹുജനങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ അത് ശരിയായിരിക്കും എന്ന് സ്വാഭാവികമായും കാണുന്നവരും കേൾക്കുന്നവരും വിചാരിക്കുകയും ചെയ്യും. പക്ഷെ ജില്ലാ കമ്മിറ്റികളിലുള്ളവർ പാർട്ടി അംഗങ്ങൾ. പക്ഷേ പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അസാധാരണ സാഹചര്യം ഉണ്ടാകുന്നത് എന്നൊരു പ്രശ്നമുണ്ടല്ലോ. ഇപ്പോൾ സംഘടനാ രീതി ഇതാണ്, ഒരു മാറ്റം ഇനി ഉണ്ടാകില്ല എന്ന് അറിയുന്ന നേതൃതലത്തിൽ ജില്ലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെ. പക്ഷേ നേതൃമാറ്റം എന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ, സംഘടനാ രീതി അല്ലാത്ത ഒന്നും മുന്നോട്ട് വയ്ക്കുമ്പോൾ തന്നെ പരാജയവുമായി ബന്ധപ്പെട്ട സാഹചര്യം, നേതൃത്വത്തിനെതിരായ വികാരം അത് വളരെ അസാധാരണമായ വിധത്തിൽ പ്രകടിപ്പിക്കപ്പെടുക കൂടിയല്ലേ? അത് ഞാൻ പറഞ്ഞില്ലേ രതീഷ്, പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന്റെ സംഘടനാ രീതി അറിയാത്തതിന്റെ പ്രശ്നമാണ്. ഇത് കുറെ പേര് കിടന്ന് ബഹളം ഉണ്ടാക്കി തീരുമാനമാക്കി പ്രഖ്യാപിക്കുന്ന പരിപാടിയൊന്നും CPIM പോലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നടക്കില്ല. CPI അടക്കം നടക്കില്ല. ഇടത് പാർട്ടികളിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ അങ്ങനെയല്ല, അതിന്റെ രീതി അങ്ങനെയല്ല. കേന്ദ്രീകൃത ജനാധിപത്യമാണ് പാർട്ടിയുടെ അടിസ്ഥാന തത്വം തന്നെ. അതിൽ ന്യൂനപക്ഷം ഭൂരിപക്ഷത്തിന് കീഴ്പ്പെടണം എന്നുള്ളത് ലിഖിതമായ തീരുമാനമാണ്. ഒരു പാർട്ടി കമ്മിറ്റിയിൽ ന്യൂനപക്ഷം അഭിപ്രായങ്ങൾ ഉണ്ടാകും ന്യൂനപക്ഷത്തിന്. പക്ഷെ എന്താണോ ഭൂരിപക്ഷം തീരുമാനിക്കുന്നത് അതാണ് സംഘടനയുടെ, ആ കമ്മിറ്റിയുടെ തീരുമാനമായിട്ട് വരിക. അതുകൊണ്ടാണ് ന്യൂനപക്ഷം ഭൂരിപക്ഷത്തിന് കീഴ്പ്പെടണം സംഘടനാപരമായി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എന്ന് തന്നെ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. അത് പാർട്ടിയുടെ വ്യവസ്ഥയാണെന്ന്. ഇപ്പൊ ഒരു ചർച്ച ഉണ്ടായി, സ്വാഭാവികമായും പല നിലയ്ക്കും ചർച്ചകൾ ഉണ്ടാകും. ജില്ലാ കമ്മിറ്റി യോഗം ഞാൻ പറഞ്ഞല്ലോ 2 ദിവസമാണ് എല്ലാ ജില്ലകളിലെയും ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നത്. സ്വാഭാവികമായിട്ട് അഭിപ്രായങ്ങൾ ഉയരും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയരും, വിയോജിപ്പുകളുണ്ടാവും, വിമർശനങ്ങളുണ്ടാവും. ഇത്തരം വിയോജിപ്പുകളും വിമർശനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് ആദ്യം പറഞ്ഞ ഈ റിവ്യൂ
റിപ്പോർട്ടിലേക്ക് വരാൻ ഉള്ള നടപടികൾ CPIM സ്റ്റേറ്റ് കമ്മിറ്റി സ്വീകരിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ വിമർശനങ്ങൾ ഉണ്ടാവുന്നത്. അതല്ലേ ഗോവിന്ദമാഷ് തന്നെ പറഞ്ഞത്, വിമർശനങ്ങൾ പരസ്യമായി ഉണ്ടാവണം, അതിന് ഒരു എന്താ പറയുന്നത്, പരിധിയും വെക്കാതെ തന്നെ വിമർശിക്കാം. ആ വിമർശനം ഉണ്ടാവുമെന്നേ. പക്ഷെ അതുകൊണ്ട് ആ കമ്മിറ്റിയിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് ഒരു ഭൂരിപക്ഷം ന്യൂനപക്ഷം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേന്ദ്രീകൃത ജനാധിപത്യം നിലനിൽക്കുന്ന CPM-ന്റെ പാർട്ടി ഭരണഘടനയിൽ പറയുന്ന പ്രകാരം ന്യൂനപക്ഷങ്ങളായിട്ടുള്ള സഖാക്കൾ, അവരുടെ അഭിപ്രായം ന്യൂനപക്ഷമാണെങ്കിൽ ഏതാണോ ഭൂരിപക്ഷം വരുന്ന തീരുമാനം, ആ തീരുമാനം അംഗീകരിക്കുക. അതുകൊണ്ട് അവരുടെ തീരുമാനത്തിന് വിലയില്ല എന്നല്ല, അത് അവിടെ മിനിറ്റ്സ് ചെയ്യപ്പെടും. പക്ഷേ ഭൂരിപക്ഷ തീരുമാനം അവരും അംഗീകരിച്ചിട്ടാണ് പാർട്ടിയെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അത് തന്നെയാണ് നടപടി. ഇവിടെയും അത് തന്നെയാണ്. പക്ഷെ അത് പുറത്തുള്ള എല്ലാവരും ആ നിലയ്ക്ക് മനസ്സിലാക്കണമെന്നൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ തരത്തിലൊക്കെ പറയേണ്ടി വരുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് CPM അന്വേഷിക്കുന്നത് മറ്റു പല പ്രശ്നങ്ങളുമുണ്ട്. ഇപ്പൊ ഈ നമ്മള് ലോക്കൽ കമ്മിറ്റി കൊടുത്ത ചോദ്യാവലി കണ്ടല്ലോ. അതിന് മറ്റൊരു തരത്തിൽ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ വന്ന ചോദ്യാവലിയായിട്ട് അല്ലെങ്കിൽ അന്വേഷണങ്ങളായിട്ട് ഞാൻ മനസ്സിലാക്കിയത്, ഈ നമ്മള് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, 25 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, 26 നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇതുവരെ ഈ 5 വർഷം മുമ്പ് വരെ പറഞ്ഞിരുന്നത് പാർലമെന്റ് ഇലക്ഷന് ഒരു പാറ്റേൺ ആണ്, പഞ്ചായത്ത് ഇലക്ഷന് മറ്റൊരു പാറ്റേൺ ആണ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേറൊരു പാറ്റേൺ ആണ്. പക്ഷെ ഈ 3 ഇലക്ഷനിലും ഒരേ പാറ്റേൺ ആണ് കാണുന്നത്. അപ്പൊ അതിന്റെ പുറകിൽ ഉള്ള സംവിധാനങ്ങൾ എന്തൊക്കെയാണ്? ശ്രീ N. ശ്രീകുമാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പാർട്ടിയെ ഉള്ള അനിഷ്ടം അല്ലെങ്കിൽ വെറുപ്പ് അതാണോ കാരണം? അതോ അതിന്റെ പുറകിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ? അന്വേഷിക്കേണ്ടതുണ്ട്. എന്നെ സംബന്ധിച്ചോളം ചില അഭിപ്രായങ്ങൾ ഞാൻ ചില ചർച്ചകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, മറ്റു ചില കാരണങ്ങൾ. ഇവിടെ അതിനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാണ് പറയാത്തത്. അപ്പൊ അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. വിവിധ തരത്തിലാണ് പാർട്ടി അതിന്റെ തോൽവിയുടെ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ തീവ്രമായി പരിശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്ര ചോദ്യാവലികൾ അടക്കം വരുന്നത്. രതീഷേ, അത് നല്ലതല്ലേ? അത്തരത്തിലുള്ള അന്വേഷണം നല്ലതാണ് എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം കാരണങ്ങൾ അറിയണമല്ലോ. അങ്ങും നേരത്തെ അക്കാര്യത്തിൽ ഒരു വരി സൂചിപ്പിച്ചപ്പോൾ നേതൃത്വത്തിനെതിരായ വികാരം ഈ ചോദ്യങ്ങളിൽ കാണുന്നല്ലോ. അങ്ങനെ നേതൃത്വത്തെ അസസ് ചെയ്യാൻ അണികളോട് പറയുന്നില്ല. പക്ഷേ സംഘടന താഴെത്തട്ടിൽ എത്രത്തോളം ശക്തമാണ് അല്ലെങ്കിൽ എത്രത്തോളം ദുർബലമാണ് എന്നത് മനസ്സിലാക്കാനുള്ള ചോദ്യങ്ങളാണ് ഈ ചോദ്യാവലി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതും. ഈ ചോദ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഉത്തരം CPM-ന്റെ തിരിച്ചുവരവിൽ എത്രത്തോളം പ്രധാനമായിരിക്കും? അങ്ങനെ പ്രധാനമായി മാറും? അതോ നേതൃതലത്തിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള തിരുത്തൽ ഉണ്ടാകാതെ വളരെ വേഗത്തിൽ, അങ്ങ് പറഞ്ഞല്ലോ സംഘടനാ സംവിധാനം സുഭദ്രമായ ഒന്നാണ്, വീഴ്ചയുണ്ടെങ്കിൽ ആദ്യ കല്ല് മുതൽ ശരിയാക്കാനുള്ള സംഘടനാശേഷി CPM-നുണ്ട്. ഇപ്പോൾ നേതൃതലത്തിൽ ഒരു മാറ്റം, ശൈലി മാറ്റം, തിരുത്തൽ ഉണ്ടാകാതെ താഴെത്തട്ടിലെ തിരുത്തൽ കൊണ്ട് CPM വളരെ വേഗത്തിൽ തിരികെ വരും എന്നങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ടോ, കരുതുന്നുണ്ടോ? അല്ല, നമ്മുടെ നാട്ടിൽ 5 ആണ്ട് കഴിഞ്ഞിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണല്ലോ ഉണ്ടാകുന്നത്. 5 വർഷം കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പില് ഏത് രീതിയിലാണ് ജനങ്ങൾ പ്രതികരിക്കുക എന്ന് നമുക്കിപ്പോ പറയാൻ കഴിയില്ല. കാരണം ഒരു ഗവൺമെന്റിന്റെ തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പൊ ജനങ്ങളുടെ വോട്ടിംഗ് വിചാരമൊക്കെ മാറാൻ അധികം കാലമൊന്നും വേണ്ടെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ ഇവിടെ എന്താന്ന് വെച്ചാല് ഇവര് ഈ 3 തെരഞ്ഞെടുപ്പുകളില് വോട്ടിങ്ങിന്റെ രീതി അവർ ചോദിച്ചിട്ടുണ്ട് CPM ഈ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളോട്. അപ്പൊ ഈ 3 വോട്ടിംഗ് കഴിഞ്ഞിട്ട് അതിൽ 2 വോട്ടിംഗ് കഴിഞ്ഞിട്ട് കാലം എത്രയായി രതീഷേ? ലോക്സഭാ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പും അതിനിടയ്ക്കുള്ള ഉപതെരഞ്ഞെടുപ്പുകളും കഴിഞ്ഞിട്ട് കാലം എത്രയായി? ആ വോട്ടിംഗ് പാറ്റേണ് ഇപ്പോഴാണോ CPM അവരുടെ പാവപ്പെട്ട പ്രവർത്തകരോട് ചോദിക്കുന്നത്? അപ്പൊ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഇതൊന്നും അറിയാനല്ല, വ്യക്തമാണ്. ഇപ്പൊ ശ്രീ ജയേന്ദ്രൻ തന്നെ പറഞ്ഞത്, ഞാൻ പറഞ്ഞത് അർത്ഥസത്യം എന്നാണ്. അപ്പൊ പകുതി ശരിയുണ്ടല്ലോ അതില്, പകുതി നുണയായിരിക്കും, ആയിക്കോട്ടെ. അപ്പൊ ആ പകുതി ശരിയെ കുറിച്ചാണ് ആരും പറയുന്നത്. അതായത് 3 തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിനെ കുറിച്ച് പോലും അറിയാത്തതാണോ CPM സ്റ്റേറ്റ് കമ്മിറ്റി? അല്ല, അവർക്കറിയാം. പക്ഷെ അവര് അത് അണികളുടെ ലോക്കൽ കമ്മിറ്റി നേതാക്കളുടെ തലയിലേക്ക് ഇടുന്നു. പിന്നെന്താണ് അവർ ചോദിക്കുന്നത്? ക്ഷേമ പെൻഷൻകാരുടെ യോഗം വിളിച്ച് ചേർത്തോ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ക്ഷേമ പെൻഷൻ നവംബറിൽ പ്രഖ്യാപിച്ച അവസാനത്തെ ഗഡു, പക്ഷേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തോറ്റു. അപ്പൊ ആ ക്ഷേമ പെൻഷൻ കൊണ്ട് ഗുണമുണ്ടായില്ല. അത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നാതിരുന്നത്? അതെന്തുകൊണ്ടാ പറയാതിരുന്നത് എന്ന് ഇപ്പൊ ചോദിച്ചിട്ട് കാര്യമുണ്ടോ? അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ അവർ ചോദിക്കേണ്ടതല്ലേ? അതവർ ചോദിച്ചിട്ടില്ല. പിന്നെ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പുതിയ തലമുറയുടെ സമീപനം എന്താണ് ഈ തെരഞ്ഞെടുപ്പില്? ആ സമീപനം UDF മനസ്സിലാക്കി, LDF നേതൃത്വം മനസ്സിലാക്കിയില്ല. അതിന്റെ പാവപ്പെട്ട ലോക്കൽ കമ്മിറ്റി പ്രവർത്തകർ എന്ത് കഴിച്ചു?
ഒരു കാര്യം വളരെ വ്യക്തമാണ്. എനിക്ക് ഒരുപാട് ലോക്കൽ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി സുഹൃത്തുക്കളുണ്ട്. അവരൊക്കെ പറഞ്ഞെന്താ വെച്ചാല് ഭരണം മാറണമെന്നൊരു പൊതുവികാരം ഉണ്ടായി. ആ വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്തു. അതിപ്പോ പാർട്ടി പ്രവർത്തകരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് ഒരുപാട് കാരണങ്ങൾ അവർ പറയുന്നുണ്ട്. ഇപ്പൊ ഈ ജില്ലാ തലങ്ങളിലെ പിണറായി ശൈലിക്കെതിരെ എന്തൊക്കെ പറഞ്ഞു വരുന്നുണ്ടല്ലോ. അതുപോലെ തെറ്റ് തിരുത്തണം, കമ്മ്യൂണിസ്റ്റുകാർ തെറ്റിന് അതീതർ, ഇതൊക്കെ പറയുന്നുണ്ടല്ലോ. ഇതൊക്കെ വെറും ജാടയാണ്. ഇതൊക്കെ എന്തിനാണെന്ന് അറിയാമോ രതീഷേ? ജില്ലാ സമ്മേളനങ്ങൾ വരും ഒരു 2 വർഷം കഴിഞ്ഞാല്. അപ്പൊ ആ ജില്ലാ സമ്മേളനത്തിന് മുമ്പായിട്ട് ഇപ്പോഴുള്ള നേതൃത്വത്തിനെതിരായിട്ടുള്ള ആ ഒരു വിദ്വേഷം ശമിപ്പിച്ചെടുക്കണം. അപ്പൊ ശമിപ്പിക്കാൻ ഇപ്പൊ ചർച്ച ചെയ്തോട്ടെ, പരമാവധി ജില്ലാ കമ്മിറ്റിയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ. അതിനുശേഷം ഇവര് തീരുമാനം എടുക്കും. ജില്ലാ കമ്മിറ്റികളുടെ വികാരം മാനിച്ചുകൊണ്ട് തെറ്റ് തിരുത്താൻ പാർട്ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. എന്നിട്ട് എന്തെങ്കിലും ഒരു 3-4 ഘടകങ്ങൾ എന്തൊക്കെ അവിടെ ഉണ്ടാക്കും. ഒരു രൂപരേഖയൊക്കെ ഉണ്ടാക്കും. അതോടെ അടുത്ത സമ്മേളനം വരുമ്പോൾ ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളാണ്, പാർട്ടി തീരുമാനമെടുത്ത വിഷയങ്ങളാണ്. ഈ ജില്ലാ സമ്മേളനത്തിൽ നമുക്ക് ഭാവിയെ കുറിച്ച് ചർച്ച ചെയ്യാം എന്ന് പറയാനുള്ള ഒരു തട്ടിപ്പ് ഞാൻ പറയില്ല, ഒരു സൂത്രമാണ് ഈ പണി. കാരണം CPM ശൈലി അതാണ്. അതിലൊന്നും മാറ്റാൻ പറ്റില്ല. അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറെ കാലം നമ്മൾ ഇവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ അതുകൊണ്ടാണ് ശ്രീ ജയേന്ദ്രൻ പറയുന്നത് എന്താണ്, ഇതില് ലോക്കൽ കമ്മിറ്റി ആണെങ്കിലും ഏരിയ കമ്മിറ്റി ആണെങ്കിലും ജില്ലാ കമ്മിറ്റി ആണെങ്കിലും അവരെല്ലാം കാണുന്നത് ഒരേ വോട്ടറെ അല്ലേ, അല്ലാണ്ട് വ്യത്യസ്ത വോട്ടറെ അല്ലല്ലോ. ആ ലോക്കൽ ബ്രാഞ്ച് കമ്മിറ്റിയിലുള്ള ഒരു ബ്രാഞ്ച് കമ്മിറ്റി അംഗം പറയും, ഞങ്ങളുടെ നാട്ടിൽ ഇന്ന കുടുംബത്തിലെ ഇത്ര പേരുണ്ടായിരുന്നു, അവരെല്ലാം ഇത്തവണ BJPക്ക് വോട്ട് ചെയ്തെന്ന് പറയുമ്പോൾ ആ വീട്ടിൽ പോയിട്ട് BJPക്ക് നിങ്ങൾ വോട്ട് ചെയ്തത് എന്തിനാ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ, സഖാവേ നമ്മളും BJP ഒക്കെ കോൺഗ്രസ് വിരുദ്ധരല്ലേ, അതുകൊണ്ട് RSS ബന്ധമൊക്കെ സഖാക്കൾ മുൻകൂട്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് BJPക്ക് കോൺഗ്രസ് ജയിക്കാതിരിക്കാൻ ഞങ്ങൾ BJPക്ക് വോട്ട് ചെയ്തു എന്ന് ഉത്തരമാണ് അവർ പറയുന്നത്. ഇതൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ ഈ വിഷമം വരും. ഇനി എന്താ വിഷമം? UDF LDF ഭരണത്തിൽ ഇരുന്നപ്പോൾ BJPയെ പ്രോത്സാഹിപ്പിച്ചു. കാരണം എന്താ വെച്ചാൽ കോൺഗ്രസിനെ ക്ഷീണിപ്പിക്കാൻ. UDF അധികാരത്തിലിരിക്കുമ്പോൾ പക്ഷേ BJPയെ പ്രോത്സാഹിപ്പിക്കില്ല. കാരണം രാഷ്ട്രീയമായി മുഖ്യ ശത്രു BJP ആണ്, തെരഞ്ഞെടുപ്പ് ശത്രുവാണ് CPM കേരളത്തിലെ. രാഷ്ട്രീയ ശത്രു എന്ന് പറയുന്നത് BJP ആണ്. അപ്പൊ അതുകൊണ്ട് BJPയെ കോൺഗ്രസ് സഹായിക്കില്ല. അതുകൊണ്ട് BJPയുടെ വളർച്ച കാര്യമായിട്ട് ഈ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അവർക്ക് ഉണ്ടാകില്ലെന്നാണ് കോൺഗ്രസിന്റെ വിശ്വാസം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന CPM ആണെന്ന് ആലോചിക്കണം. 10 വർഷത്തിന് ശേഷം സമരം ചെയ്യണം, കൃത്യമായി സമരം ചെയ്ത്. ഇന്ന് തന്നെ കണ്ടില്ലേ എറണാകുളത്ത് ശ്രീ രാജീവ് പോയിട്ട് 10 വർഷം 15 വർഷം അവരെ 10 വർഷം അവരായിരുന്നു. ഈ 10 വർഷം കൊണ്ട് തീരാത്ത പ്രശ്നം പോലീസിന്റെ തലയിലിടാൻ ശ്രമിക്കുക. ഈ എറണാകുളത്തെ പോലീസ് സംവിധാനം ഇപ്പം LDF വെച്ച സംവിധാനമാണ്. ഞാൻ അവിടുത്തെ കോൺഗ്രസ് നേതാക്കളെ വിളിച്ച് അന്വേഷിച്ചു. അപ്പൊ ഇന്നലെ തന്നെ സംശയം ഉണ്ടായി, എന്തിനാണ് ഈ എറണാകുളത്തുള്ള ആ ഒരു ഉന്നതി പോയിട്ട് ഇത്ര പെട്ടെന്ന് ഒരു ഗവൺമെന്റ് അധികാരത്തിലെത്തി 48 മണിക്കൂർ ആകുമ്പോഴേക്കും എന്തിനാണ് ഒരു ചർച്ചയ്ക്ക് പോലും ഇടം കൊടുക്കാതെ ഇങ്ങനെ ആക്ഷൻ എടുത്തതെന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. അത് പിന്നെ നേതൃത്വം പരിശോധിക്കും. അത് പിന്നെ ഏതായാലും ചില തിരുത്തലുകൾ എന്ന നിലയിൽ ഇടപെടലുകൾ ഉണ്ടാകുകയാണ്. താഴെത്തട്ടിൽ സംഘടന വീക്കായി അതെങ്ങനെ എന്ന കാര്യത്തിലുള്ള പരിശോധനകൾ ഉൾപ്പെടെ നടക്കുകയാണ്. അതായത് CPM തിരിച്ചു വരാനുള്ള ശ്രമം നടത്തുന്നു. പക്ഷേ നേതൃമാറ്റം എന്നത് ഇല്ല എന്നത് അസന്നിഗ്ധമായി വ്യക്തമാക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി. അതിനിടയിലാണ് താഴെത്തട്ടിൽ തോൽവിയുടെ കാരണങ്ങൾ പഠിക്കാൻ 34 ചോദ്യങ്ങളുമായി CPM രംഗത്ത് വരുന്നത്. ഈ ചോദ്യാവലി തയ്യാറാക്കിയ സംസ്ഥാന നേതൃത്വമാണ്. എന്നാൽ നേതാക്കൾക്ക് വീഴ്ചയുണ്ടോ എന്ന ചോദ്യം അതിൽ ഇല്ല എന്നത് വളരെ പ്രധാനമാണ്. സംഘടനാപരമായ കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള ശ്രമമാണ് ഈ ചോദ്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. നന്ദി ശ്രീ M. ജയചന്ദ്രൻ, ഒപ്പം ശ്രീ N. ശ്രീകുമാർ ചർച്ചയിൽ പ്രതികരിച്ചു.